ഹായ് വ്യൂവേഴ്സ്, വെൽക്കംസ് ടു സുമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ റംസാൻ വിഭവമായ ജീരകക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് പച്ചരി 3 ഗ്ലാസ് എടുത്തിരിക്കുന്നു. അതുകൂടാതെ ഉലുവ, ആശാളി, തേങ്ങയിൽ നമ്മൾ ജീരകവും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അരച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ കറിക്ക് പാകത്തിനുള്ള നന്നായിട്ട് അരയേണ്ട, ഒരുവിധം തരിതരിപ്പായിട്ട് മാത്രം അരഞ്ഞാൽ മതി. ആദ്യം തന്നെ നമുക്ക് ഈ അരി വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കാം. അതിലേക്ക് ആശാളിയും ഉലുവയും കൂടി ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഈ അരി വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരി റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞു. കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേണമെങ്കിൽ ജ്യൂസ് ആക്കാം. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഉള്ളി താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂപ്പിച്ചൊഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ റമദാൻ മാസത്തിൽ എല്ലാവരും ഇത്തരത്തിലൊരു ജീരകക്കഞ്ഞി ട്രൈ ചെയ്യുക. താങ്ക് യു വേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.